അമ്മേ, അച്ഛനീ പറയുന്നേ കേട്ടില്ലേ? മിണ്ടരുത് നീ. എന്തിനാടാ നീ ഇങ്ങോട്ട് വന്നത്? നിന്റെ അച്ഛൻ ചത്തോന്നറിയാനോ? അതോ ചത്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒരു ശ്രമം നടത്താനോ? അമ്മേ, നിങ്ങൾ കാര്യം അറിയാതെ ഞാൻ മധുരയ്ക്ക്... എനിക്കൊന്നും കേക്കണ്ട. മക്കളുടെ പ്രവൃത്തി കൊണ്ട് ഇവിടെ എത്തി എന്നും മനസ്സിരുത്തി പറയുന്നതാവും കുറച്ചുകൂടി ഇണങ്ങുന്നത്. മനസ്സിലായില്ല. ഉദ്ദേശിച്ച ആളുടെ ലക്ഷ്യം കൃത്യമായില്ല, അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. എനിക്ക് സംഭവിച്ചത് ആക്സിഡന്റ് അല്ല എന്നാണോ ഈ പറഞ്ഞു വരുന്നത്? നടന്നത് ആക്സിഡന്റ് തന്നെ, പക്ഷേ അതിനുശേഷം നടന്നത് നാടകീയമായ രംഗങ്ങളാ. ഒരച്ഛനും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യം അതാ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത്. നിങ്ങൾ ഈ പറയുന്നൊന്നും എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ. ആക്സിഡന്റിൽപ്പെട്ട് അബോധാവസ്ഥയിൽ കാറിൽ തന്നെ ഇരുന്ന സാർ എങ്ങനെ അപ്പുറത്തുള്ള കുഴിക്കുള്ളിൽ വീണു? ആക്സിഡന്റിൽ തെറിച്ചു വീണാലും കാറിന് തൊട്ടടുത്ത് കിടക്കണ്ടേ സാറേ? ആരും ശ്രദ്ധിക്കാത്ത വലിയ കുഴിയിലേക്ക് എങ്ങനെ വന്നു വീണു? ആൾക്കാര് ആരും കാണാതെ ചോര വാർന്നു മരിക്കട്ടെ എന്ന് കരുതിയായിരിക്കും സാറിനെ അവിടെ കൊണ്ടുവന്നിട്ട ആളിന്റെ ലക്ഷ്യം. എങ്കിലവിടെ കൊണ്ടുവന്നിട്ടത് ആര്? അന്വേഷണം ചെന്ന് നിന്നത് ഞങ്ങളെപ്പോലും ഞെട്ടിച്ച ആളിലാണ്. ആരാ എന്നെ കൊല്ലാൻ നോക്കിയത്? മറ്റാരുമല്ല, സ്വന്തം ചോര തന്നെയാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് മക്കളുടെ ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയെന്ന് പറയല്ലേ എന്നും. നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? അച്ഛനെ കൊല്ലാൻ നോക്കിയത് സ്വന്തം മകൻ തന്നെയാ, ശിവൻ. ഇല്ല, എന്റെ മകൻ അങ്ങനെയൊന്നും ചെയ്യില്ല. നിങ്ങൾക്ക് ആള് തെറ്റിയതാ. അതെ സാറേ, അവൻ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. നിങ്ങൾക്ക് ആള് തെറ്റിയതാ. അതൊക്കെ നിങ്ങളുടെ വെറും തോന്നല. അത് നിങ്ങളുടെ വിശ്വാസം. പക്ഷേ കൊല്ലാനായി ശിവൻ നിങ്ങളെ എടുത്തിടുന്നതിന് ദൃക്സാക്ഷിയുണ്ട്. ഡോ, അയാളെ ഇനി വിളിക്കടോ. സർ, ഇങ്ങോട്ട് നീങ്ങി നിൽക്കടോ. പറയടോ, കഴിഞ്ഞ ദിവസം രാത്രി താൻ എന്താ കണ്ടത്? സാറേ, എൻ്റെ പേര് സജീവ്. ഞാനൊരു വർക്ക്ഷോപ്പ് പണിക്കാരനാ. ശിവനൻ്റെ വർക്ക്ഷോപ്പിൽ 1-2 വട്ടം വണ്ടി പണിയാനൊക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആളെ നന്നായിട്ടറിയാം. അന്ന് വർക്ക്ഷോപ്പിൽ ഇത്തിരി പണി കൂടുതലുണ്ടായിരുന്നു. അതാ അന്ന് താമസിച്ചത്. അപ്പോഴാണ് ഞാനത് കണ്ടത്. കാറിൽ നിന്നും സാറിനെ ശിവനെടുത്ത് കുഴിയിലേക്ക് ഇടുന്നത്. സാറാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തെങ്കിലും വള്ളിക്കെട്ടായാലോ എന്ന് കരുതി ഞാൻ അപ്പം തന്നെ അവിടെ നിന്ന് പോയി കളഞ്ഞു. ഞാൻ വ്യക്തമായി കണ്ടതാ, ശിവൻ തന്നെയാ അത് ചെയ്തത്. ഇതെവിടുന്ന കൊണ്ടുവരുന്നേ? സൂപ്രണ്ടിന്റെ സുഹൃത്തിന്റെ അടുത്തുനിന്ന് തന്നെയാ. ഹോസ്പിറ്റൽ ഉപകരണങ്ങളൊക്കെ എല്ലാ സാറിന്റെ കയ്യിൽ കാണും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഗിരി സാറും എഡ്വിനും സൂപ്രണ്ടും കൂടിയുള്ള കൂട്ടുകക്ഷി ബിസിനസ് ആയിരിക്കും ഇത്. ഗിരി സാറ് സൂപ്രണ്ടിന്റെ ബിനാമി തന്നെ. എഡ്വിൻ സാർ ഇപ്പൊ കൊണ്ടുവരും. അയ്യോ, വാങ്ങിക്കേണ്ട ലിസ്റ്റ് എന്റെയിലാണല്ലോ. അതൊന്നും നമ്മൾ അറിയണ്ട. തരുന്ന സാധനത്തിന്റെ പണം മാത്രം നൽകിയാൽ മതി. പിന്നെ ഓപ്പറേഷൻ ചെയ്തു കഴിഞ്ഞ് പൂർണ്ണ സുഖവാനായ രോഗിയെ ഏറ്റുവാങ്ങുക. എഡ്വിൻ സാറേ, ഇവർക്കാണ് കിറ്റ്. കൂടെ ബില്ലുണ്ടേ? മേടിച്ചു. സൂപ്രണ്ട് സാർ പറഞ്ഞുകൊണ്ട് 2000 രൂപ കുറച്ചായിട്ടിരിക്കുന്നത്. ആ പൈസ ഞാൻ കൊടുത്തേക്ക്. അതിങ്ങി തന്നോ, ഞാൻ പിടിച്ചോളാം. ഇതാ എമൗണ്ട്. മുഴുവനും ഉണ്ടല്ലോ സാറേ. അല്ല, അപ്പൊ ഇതിന് ഡോക്ടറിന്റെ കയ്യിൽ ഏൽപ്പിക്കണ്ടേ? ഞാൻ പറഞ്ഞില്ലേ, ഇനി എല്ലാം നോക്കുന്ന ഞങ്ങളാ. അസുഖം ഭേദമായി കൊണ്ടുവരുന്ന പേഷ്യന്റിനെ മാത്രം നിങ്ങൾ നോക്കിയാൽ മതി.
എന്നെ കൊല്ലാൻ വന്നതാണോടാ? അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? എടുത്ത് കുഴിയിലേക്ക് ഇട്ടപ്പോ ഒന്ന് കഴുത്ത് ഞെരിച്ചിട്ടിരുന്നെങ്കിൽ നീ ഉദ്ദേശിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുമായിരുന്നല്ലോടാ. എന്തുപറ്റി? ധൃതി കൂടിപ്പോയോ? അതോ ആരെങ്കിലും കാണുമെന്ന് ഓർത്തുള്ള ഭയം പിടികൂടിയോ? എടുത്ത പണി വെടിപ്പായിട്ട് ചെയ്യണ്ടടാ. എങ്കി ഇപ്പൊ ഇങ്ങനെ സങ്കടപ്പെട്ട് വന്ന് നിൽക്കേണ്ടി വരില്ലായിരുന്നല്ലോ. അമ്മേ, അച്ഛൻ ഇത് എന്താ അമ്മേ പറയുന്നേ? ഞാൻ അച്ഛനെ അങ്ങനെയൊക്കെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? എനിക്കറിയില്ലല്ലോ. എനിക്കപ്പോ ബോധം ഉണ്ടായിരുന്നില്ലല്ലോ. അച്ഛാ, അച്ഛനും ഇതാരോ പറഞ്ഞ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. മോനെ ശിവ, മക്കള് തന്നോളമായി കാണാൻ ഏതൊരച്ഛനും ആഗ്രഹിക്കും. അത് അഹങ്കാരത്തോടെ തന്റെ മകൻ തന്നോളമായിന്ന് മറ്റുള്ളവർക്ക് മുന്നിൽ പറയാൻ തന്നെയാ. പക്ഷേ മകൻ വളർന്ന അച്ഛന്റെ ജീവൻ എടുക്കാൻ പാകത്തിന് അച്ഛന്റെ ആരാചാരായി മാറിയെന്ന് ഏത് രീതിയിലടാ ഞാൻ പറയേണ്ടത്? അച്ഛാ, അമ്മേ, അച്ഛനീ പറയുന്നേ കേട്ടില്ലേ? മിണ്ടരുത് നീ. എന്തിനാടാ നീ ഇങ്ങോട്ട് വന്നത്? നിന്റെ അച്ഛൻ ചത്തോന്നറിയാനോ? അതോ ചത്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒരു ശ്രമം നടത്താനോ? അമ്മേ, നിങ്ങൾ കാര്യം അറിയാതെ ഞാൻ മധുരയ്ക്ക്... എനിക്കൊന്നും കേക്കണ്ട. എന്നെ നീ ഇനി അമ്മയെന്ന് വിളിക്കുകയും വേണ്ട. അമ്മേ, ഈ അച്ഛനോട് കാണിക്കാത്ത സ്നേഹം എന്തായാലും എന്നോട് കാണിക്കാൻ നിൽക്കണ്ട. അച്ഛൻ കഴിഞ്ഞ ഈ അമ്മയുള്ളൂ. അച്ഛനെ കൊല്ലാൻ നടക്കുന്ന മകനെ എനിക്കും വേണ്ട. കടക്കട പുറത്ത്. എടാ, ഈ മുറിയിന്ന് നിന്നോട് ഇറങ്ങാനാ പറഞ്ഞേ. അമ്മേ, നടന്ന് എന്താ നേട്ടം പറയണേ? എന്ത് പറയാൻ? എനിക്കെന്റെ ഭർത്താവ് തന്നെ വലുത്. അത് കഴിഞ്ഞേ മക്കളുള്ളൂ. എടാ, എങ്ങനെയാടാ നിന്നെ പോലൊരു അസുരവിത്ത് എന്റെ വയറ്റിൽ തന്നെ വന്ന് പിറന്നത്? ഇത്രയും ദുഷ്ടത്തരം നീ എങ്ങനെയാടാ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്? അച്ഛനെ മാത്രമാക്കുന്ന എന്തിനാ? നീ എന്നെ കൊല്ല്. അമ്മേ, കൊല്ലണോ? കൊല്ല്. ദേ, മിണ്ടരുത് നീ. എനിക്ക് നിന്നെ ഇനി കാണണ്ട.